പൂന്താനം പാടിയത് മധുരോയുടെ കാര്യത്തിൽ എത്രയോ ശരി. 2-4 ദിനം കൊണ്ട് ഒരുത്തനെ തണ്ടിലേറ്റി. അതായത് ബസ് ഡ്രൈവറായിരുന്ന ആളെ പിടിച്ച് രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാക്കി. ഇനി ഒരു രാത്രി ഇരുട്ട് കൊളുത്തപ്പോൾ പിന്നെ മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് ചാർത്തി അങ്ങേരെ ഇപ്പം ബ്രൂക്ലിനിൽ ജയിലിൽ കൊണ്ടുപോയിട്ടിരിക്കുന്നു. അങ്ങേരെയും ഭാര്യയും. എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ മാറി മറിയുന്നത്. ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴത്തേക്ക് ലോകരാഷ്ട്രീയം തന്നെ മാറി മറിയുന്ന അവസ്ഥ നമ്മൾ കാണുന്നു. എന്തായാലും ഈ മദുറോയുടെ സ്ഥിതിയിൽ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇവിടെ നാർക്കോ ടെററിസം ചാർജുകളാണ്. അപ്പോൾ $50 മില്യൺ തലയ്ക്ക് വിലയിട്ടെങ്കിൽ, അമേരിക്ക തലയ്ക്ക് വിലയിട്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അത്രയും വലിയൊരു കുറ്റവാളി ആയിരുന്നിരിക്കണം. എന്നാൽ അത്രയ്ക്ക് ഇല്ലായിരുന്ന എന്നാണ് ഇന്നിപ്പം ന്യൂയോർക്ക് ടൈംസിലെ റിപ്പോർട്ടർ ഒക്കെ പറയുന്നത്. ഈ കൊക്കൈൻ വ്യാപാരത്തിൽ ഈ വെനസ്വേലയുടെ പങ്ക് വളരെ മോഡസ്റ്റായിരുന്നു, വളരെ മിതമായിട്ടുള്ളൊരു അത്രയധികമൊന്നും ഇല്ലായിരുന്നു ഉള്ള രീതിയിലാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് അമേരിക്ക വെനസ്വേലയെ മാത്രം ഉന്നമിട്ടത് എന്ന ചോദ്യം വരുന്നു. അപ്പോൾ ഈ വെനസ്വേലയെ പറ്റി പറയുമ്പം ചെറിയ രാജ്യമാണ്, 3 കോടി ജനങ്ങളെ ഉള്ളെന്ന് പറഞ്ഞാലും ലോകത്തിലെ ഏറ്റവും അധികം എണ്ണയുള്ള സ്ഥലം വെനസ്വേലയാണ്. അത് അതിശയം തോന്നുന്നു. നമുക്കറിയാം ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ ഈ ദുബായിയും സൗദി അറേബ്യ അവരെല്ലാം വൻതോതിൽ വികസിച്ചു. കാരണം എണ്ണ അവരുടെ ജീവനാഡിയായി മാറി. ഇഷ്ടംപോലെ പണം കൈവന്നു. നേരെ മറിച്ച് ഇപ്പം സൗദി അറേബ്യയിൽ 270 ബില്യൺ ബാരൽ എണ്ണയുണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. നേരെ മറിച്ച് ഈ വെനസ്വേലയിൽ 330 ബില്യൺ ബാരൽ എണ്ണയുണ്ട്. അപ്പോൾ അത്രയും എണ്ണയുണ്ടെങ്കിൽ ആ രാജ്യം, ആ സൗത്ത് അമേരിക്ക മൊത്തം സമ്പന്നമാകാനായിട്ട് അത്രയും എണ്ണ മതി. പക്ഷേ അത്രയും എണ്ണ വെച്ചുകൊണ്ടാണ് ഈ ദരിദ്രവാസികളായിട്ട് വെനസ്വേലക്കാർ കഴിയുന്നത്. അപ്പോൾ അത് അവരുടെ പോളിസിയിൽ ഉണ്ടായ ഒരു പിഴവായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അത് വേണ്ട രീതിയിൽ ആ പ്രകൃതി വിഭവങ്ങൾ ഇപ്പോൾ എണ്ണ ഏതായാലും ഒരുപാട് കാലത്തേക്ക് നിലനിൽക്കില്ല എന്ന് മാത്രമല്ല ഒരുപാട് കാലത്തേക്ക് എണ്ണയുടെ ആവശ്യവും വരുന്നില്ല. 5-10 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് എണ്ണ കൊണ്ട് ഓടുന്ന വാഹനങ്ങളൊക്കെ ഇല്ലാതാകുന്ന ലക്ഷണം കാണുന്നുണ്ട്. ഇപ്പം അതിനൊരു ഇടിവ് തട്ടിയിട്ടുണ്ട്. പ്രസിഡന്റ് ട്രംപ് അധികാരമേറ്റ ശേഷം ഈ ഇലക്ട്രിക് വെഹിക്കിൾസിനൊന്നും വലിയ പ്രാധാന്യം കിട്ടുന്നില്ല. എന്ന് മാത്രമല്ല ഈ വൻകിട കമ്പനികൾ GM അല്ലെങ്കിൽ ഫോർഡ് മോട്ടോഴ്സ്, ടൊയോട്ട, ഇവരൊന്നും ഈ ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ടാക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. പകരം അവർ ഹൈബ്രിഡ് ഇലക്ട്രിക്കും ഗ്യാസും ചേർന്നിട്ടുള്ള വെഹിക്കിൾ ഉണ്ടാക്കാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട് ആളുകൾക്കിടയിൽ. കാരണം ഈ ഇലക്ട്രിക് വെഹിക്കിളിനെ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റില്ല. അത് ദീർഘദൂരം ഓടുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ഇതിനുള്ളത്. പക്ഷെ അത് മാറും. ഇലക്ട്രിക് അല്ലാതെ ഹൈഡ്രജനിൽ ഓടുന്ന ഒരു എണ്ണം കണ്ടുപിടിച്ചാലോ 5-10 വർഷത്തിനുള്ളിൽ അങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോഴത്തേക്ക് ഈ എണ്ണയുടെ പ്രാധാന്യം തന്നെ ഇല്ലാതാകും. അപ്പോൾ എണ്ണ അവിടെ വെറുതെ വെച്ചുകൊണ്ടിരുന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. രാജ്യം പുരോഗമിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതാ ഈ മദുറോയുടെ മുൻഗാമി ഹ്യൂഗോ ഷാവസ് അദ്ദേഹം UN വന്ന് പ്രസംഗിച്ചെന്താണ്, ദ ഡെവിൾ വാസ് ഹിയർ യെസ്റ്റർഡേ. ദ ഡെവിൾ എന്ന് പറഞ്ഞാൽ അന്ന് പ്രസിഡന്റ് ജോർജ് ബുഷ് ആയിരുന്നു. അപ്പോൾ ജോർജ് ബുഷ് യെസ്റ്റർഡേ തലേ ദിവസം ഇവിടെ വന്ന് പ്രസംഗിച്ചു. അപ്പോൾ ഡെവിൾ, അപ്പോൾ അത്രയ്ക്ക് വിരോധം, അമേരിക്ക വിരോധം അവരുടെ മനസ്സിൽ കിടക്കുന്നു. അത്രയ്ക്ക് വിരോധപ്പെടേണ്ട കാര്യമുണ്ടോ? ആ രാജ്യത്തിൻ്റെ പുരോഗമനവും ആ രാജ്യത്തിൻ്റെ നേട്ടങ്ങളുമല്ലേ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, ഇപ്പോൾ മാംദാനി സോഷ്യലിസ്റ്റ് ആണെന്ന് പറയുന്നു. ഇപ്പോൾ ഈ പാവപ്പെട്ടവർക്ക് ഇത്തിരി കഞ്ഞി കൊടുക്കുന്നത് സോഷ്യലിസമാണോ? അല്ലെങ്കിൽ ഈ കൊടും തണുപ്പിൽ, അതിഭീകരമായ ഈ തണുപ്പിൽ വീടുകളിൽ താമസിക്കുന്നവർക്ക് അവർക്ക് ഹീറ്റ് കിട്ടുന്ന സംവിധാനം ഉണ്ടാക്കുന്ന അത് സോഷ്യലിസമാണോ? അപ്പോൾ ഇന്നേ വരെ പണക്കാരുടെ കാര്യങ്ങൾ മാത്രമാണ്. അതായത് ഈ ഹോളിവുഡിലെയൊക്കെ ആണും പെണ്ണും അവരുടെ വ്യഭിചാര കഥകൾ, അവരുടെ തുണിയില്ലാത്ത പടങ്ങൾ, ഇതൊക്കെയായിരുന്നു അമേരിക്കയിലെ വാർത്ത. നേരെ മറിച്ച് മാംദാനി വന്നപ്പോൾ ഇവിടുത്തെ പാവപ്പെട്ടവരുടെ കാര്യം, ഈ വീടില്ലാത്തവൻ്റെയും വീട്ടിൽ ഹീറ്റില്ലാത്തവൻ്റെയും പട്ടിണി കിടക്കുന്നതിൻ്റെയും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കാൻ വകയില്ലാത്തവൻ്റെയും കാര്യങ്ങളൊക്കെ ചർച്ചയായി, അവിടെ വിഷയമായി. അവിടാണ് ആ ഒരു സെയിസ്മിക് ഷിഫ്റ്റ് എന്നൊക്കെ, ഒരു പരാഡയം ഷിഫ്റ്റ് എന്നൊക്കെ പറയാം. അത്ര വലിയൊരു മാറ്റം അമേരിക്കയെ കൊണ്ടുവരാൻ മംദാനിക്ക് കഴിഞ്ഞത്. അത് സോഷ്യലിസമല്ല, അത് ഒരു വെൽഫെയർ സ്റ്റേറ്റ് അങ്ങനെ ആയിരിക്കണം. ഈ ജനങ്ങളുടെ കാര്യം നോക്കുന്നില്ലെങ്കിൽ, ഈ പണക്കാരുടെ കാര്യം മാത്രം നോക്കാനാണെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ പണക്കാർ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി തുടർന്നോട്ടെ, പക്ഷേ ഈ പാവങ്ങളെ അവഗണിച്ച് കളയേണ്ട കാര്യമില്ല. അവരുടെ കാര്യങ്ങളും കൂടി നോക്കേണ്ടതായിരിക്കണം ഗവൺമെൻറ്. അപ്പം ഈ വെനസ്വേലയെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം പണം, അവരുടെ ഭൂമിക്കടിയിൽ ഇത്രയധികം പണം ഉണ്ടായിട്ട് അവർ ഇത്രയധികം ദരിദ്രത്തിൽ എന്തിനാണ് കഴിയുന്നത്? അതെന്തുകൊണ്ടാണ് അത് കുഴിച്ചെടുത്ത് എണ്ണ അത് വിറ്റ് പണം ഉണ്ടാക്കാനായിട്ട് അവർക്ക് കഴിയാതെ വരുന്നത്? അപ്പോൾ ഈ കെടുകാര്യസ്ഥതയും ഈ തെറ്റായ ആശയങ്ങളും ഒക്കെ ആയിരുന്നു അതിന് കാരണമെന്നാണ് പറയുന്നത്. ഇപ്പം ഈ വെനസ്വേലയിൽ ഈ ഷാവസിന് മുമ്പ് ഷെവറോണും കൊണോക്കോ ഫിലിപ്സും ഇങ്ങനെയൊക്കെയുള്ള എക്സോൺ മൊബിലും
അവരൊക്കെയായിരുന്നു എണ്ണ ഖനനത്തിന് പിന്നെ മുന്നിട്ട് നിന്നിരുന്നത്. പക്ഷേ അവിടെ പിന്നെ ഈ ഷാവേസും കൂടെ വന്ന് അതെല്ലാം അങ്ങോട്ട് ദേശസാൽക്കരിച്ചു. അപ്പോൾ ദേശസാൽക്കരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് അമേരിക്കൻ കമ്പനികൾക്ക് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും പിന്നെ അവിടെ സ്വാധീനം ചെലുത്താൻ കഴിയാതെ വന്നു. അവർക്ക് ഇഷ്ടം പോലെ അവിടുന്ന് പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യാൻ പറ്റാതെ വന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അവർ ഒക്കെ സ്ഥലം വിട്ടു. എന്ന് മാത്രമല്ല അമേരിക്ക അവർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി, അമേരിക്കയും പല രാജ്യങ്ങളും. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അവരുടെ എണ്ണ വിൽക്കാനോ ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കാനോ വിൽക്കാനോ ഒന്നും പറ്റാത്ത സ്ഥിതി വന്നു. ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കാനുള്ള ആ ഇൻഫ്രാസ്ട്രക്ചറും ഒന്നും ഇല്ലാത്ത സ്ഥിതി വന്നു. അപ്പോൾ ഈ 330 ബില്യൺ ഉള്ളപ്പോൾ പിന്നെ ഒരു ദിവസം അവർ പിന്നെ ഉൽപ്പാദിപ്പിക്കുന്ന 1 മില്യൺ ബാരലാണ് പിന്നെ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഒരു വർഷം പിന്നെ 365 മില്യണേ ആവുന്നുള്ളൂ ബാരൽ. പിന്നെ ഇങ്ങനെ പിന്നെ 1 ബില്യൺ ആവണമെങ്കിൽ പിന്നെ 3 വർഷം എടുക്കും, 3 വർഷത്തിൽ കൂടുതൽ എടുക്കും. അതാണ് സ്ഥിതി. അപ്പോൾ അങ്ങനെ 330 ബില്യൺ പിന്നെ കിടക്കുന്നു. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തുക, രാജ്യത്തിൻ്റെ പുരോഗതി നോക്കുക എന്നതിന് പകരം ഈ കെടുകാര്യസ്ഥതയും ഈ തെറ്റായ ആശയങ്ങൾ, ആവശ്യമില്ലാത്ത ആശയങ്ങളും കൊണ്ട് പിടിവാശിയും കൊണ്ടിരുന്നു. ആ രാജ്യം ഇങ്ങനെ ഒരു പരിതാപത്തിലുള്ള അവസ്ഥയിലുമായി. അപ്പം ഇന്നിപ്പോൾ ന്യൂയോർക്ക് ടൈംസിൽ ഒരു ലേഖനം കണ്ടത്, ഈ പിന്നെ വെനസ്വേല അവരുടെ പിന്നെ എണ്ണയൊക്കെ മറ്റു രാജ്യങ്ങൾക്ക് കൊടുക്കുന്നു. അപ്പോൾ അതിന് ഈ ഡോളറിലല്ല വിനിമയം, ഡോളറിലല്ലാത്തുള്ള വിനിമയത്തിൽ കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ അങ്ങനെ വന്നതാണ് അമേരിക്ക ഏറ്റവും പ്രകോപിപ്പിച്ചത് എന്ന് ഒരു വിശദീകരണം കണ്ടു. അതായത് ഈ ഡോളറിനെ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അവരെ അന്നേരം ശരിപ്പെടുത്തുക എന്നുള്ളത് ഒരു അമേരിക്കൻ നയം പോലെയാണ് പിന്നെ ഇന്നത്തെ ആ ലേഖനത്തിൽ കണ്ടത്. അത് ഒരർത്ഥത്തിൽ ആ ഡോളറിൻ്റെ ശക്തി കുറഞ്ഞാൽ അമേരിക്കയുടെ ശക്തിയും കുറയും. ഡോളറാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ ശക്തി, അടിസ്ഥാന ശക്തി. അപ്പോൾ അതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ അമേരിക്ക ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കുകയുമില്ല. അതാണ് ഇന്ത്യ പിന്നെ ഈ സാർക്ക് രാജ്യങ്ങളോ അല്ല ബ്രിക്സ് രാജ്യങ്ങളൊക്കെ കൂടിയിട്ടൊരു കറൻസി ആ രീതിയിലേക്ക് വന്നപ്പോഴത്തേക്കും ട്രംപ് ഭീഷണി മുഴക്കി. പിന്നെ 100%, 150% ഒക്കെ താരിഫ് ഏർപ്പെടുത്തും എന്നുള്ള രീതിയിൽ. അപ്പം വേറൊരു ആൾട്ടർനേറ്റീവ് കറൻസി ഉയർന്നു വരാനായിട്ട് അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതിനുള്ള നടപടികൾ മുന്നോട്ട് പോകുന്നത് ഒരിക്കലും അമേരിക്കൻ താല്പര്യങ്ങൾക്ക് അനുകൂലവും പിന്നെ അനുസൃതവുമല്ല. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എന്തായാലും മദൂറോയുടെ ഭാവി ഇങ്ങനെ മിക്കവാറും നമുക്കറിയാമല്ലോ, കട്ടപ്പുകയായി. 63 വയസ്സേ ഉള്ളൂ. ഇനി കുറച്ച് വർഷം അമേരിക്കൻ ജയിലിൽ കിടന്ന് ഉണ്ട തിന്നാം. അമേരിക്കയിൽ ഉണ്ടയാണോ എന്താ കൊടുക്കുന്നതെന്ന് അറിയത്തില്ല, അത് തിന്നാം. പിന്നെ അതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ശിങ്കിടി ആണ് ഒരു വൈസ് പ്രസിഡന്റ് അവിടെ. അവരെ പിന്നെ അധികാരം ഡെൽസി റോഡ്രിഗസ് അവരെ അധികാരം ഏൽപ്പിക്കാവുന്നതാണ് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത്. പക്ഷേ ഇന്നിപ്പം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ പറയുന്നത് അവരൊരു ലെജിറ്റിമേറ്റ് പിന്നെ നേതാവല്ല. കാരണം അവരെ ആക്ടിംഗ് പ്രസിഡന്റ് ആക്കിയത് അവർ ലെജിറ്റിമേറ്റ് അല്ല, അവർ നിയമാനുസൃതമായിട്ട് വന്നിരിക്കുന്ന ആളല്ല. അവർ മദുരോയ്ക്കാണ് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല അമേരിക്കൻ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കില്ല എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെ മാറ്റണം എന്നാണ് റൂബിയോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പകരം എന്ത് സംവിധാനമാണ് എന്ന് ഇതുവരെ പിന്നെ വ്യക്തമായിട്ടില്ല. അപ്പോൾ അതിനിടയിൽ ഡെമോക്രാറ്റിക് അംഗങ്ങൾ അതുപോലെ തന്നെ ലോകത്തിലെ പല രാജ്യങ്ങളും ഈ അമേരിക്കയുടെ ഒരു അധിനിവേശത്തിനെതിരെ രംഗത്ത് വരികയുണ്ടായി. അതിനെതിരെ പിന്നെ പ്രസ്താവനകളും മറ്റും വരികയുണ്ടായി. അപ്പോൾ അത് എത്ര കണ്ട് പിന്നെ അമേരിക്കയെ ബാധിക്കുമെന്ന് കാര്യമായിട്ടൊന്നും ബാധിക്കില്ല എന്ന് നമുക്കറിയാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്കയ്ക്കെതിരെ ഒന്നും ചെയ്യാനായിട്ട് ആർക്കും ഒന്നും ആവില്ല. എന്ന് മാത്രമല്ല ഇപ്പം മദൂറോയ്ക്ക് അവിടെ അധികാരത്തിൽ തുടരാനായിട്ട് കടിച്ചു തൂങ്ങാനായിട്ടുള്ള യാതൊരു അവകാശവും അയക്കുമില്ലല്ലോ. അപ്പോൾ ആ രാജ്യവും ആ രാജ്യത്തെ ജനങ്ങളും സ്വതന്ത്രരാകുകയും സ്വതന്ത്രമായ രീതിയിൽ കാര്യങ്ങൾ നടക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിലേക്ക് പിന്നെ ഈ കാര്യങ്ങളെല്ലാം വഴിതെളിച്ചാൽ അതൊരു സമ്പന്ന രാജ്യമായിട്ട് വെനസ്വേല മാറട്ടെ, സൗത്ത് അമേരിക്ക മാറട്ടെ, അതെല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ. ഈ എണ്ണയൊക്കെ വെറുതെ കുടിച്ചു തീർക്കാനല്ല, അത് ഉപയോഗപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടത്. ഈ ദാരിദ്ര്യത്തിൽ കഴിയുകയല്ല വേണ്ടത്. എന്തായാലും നമുക്ക് ഇത് വരും ദിവസങ്ങളിൽ എന്താണ് മാറ്റം വരുന്നതെന്ന് കാത്തിരുന്ന് കാണാം.